ഇന്ന് നമുക്ക് ലഭിച്ച ലബോറട്ടറി റിപ്പോർട്ട് അനുസരിച്ച് 506 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 794 പേര് രോഗമുക്തി നേടിയിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ കണക്ക് പൂർണ്ണമല്ല. ICMR വെബ് പോർട്ടലുമായി ബന്ധപ്പെട്ട് ചില സാങ്കേതിക ജോലികൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഉച്ചവരെയുള്ള ഫലമാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നീട് വരികയും ചെയ്യും. കോവിഡ് മൂലം 2 മരണങ്ങൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് പള്ളിക്കണ്ടി സ്വദേശി 77 വയസ്സുള്ള ആലിക്കോയ, എറണാകുളം വാഴക്കുളം സ്വദേശി ബീപ്പാത്തു 65 വയസ്സ്, ഇവരാണ് മരണമടഞ്ഞത്. ഇവരുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. 375 പേർക്ക് ഇന്ന് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധയുണ്ടായത്. അതിൽ ഉറവിടമറിയാത്തവർ 29 പേര്, വിദേശത്ത് നിന്ന് 31 പേർ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 40 പേർ, ഹെൽത്ത് വർക്കർമാർ 37 പേര്. പോസിറ്റീവായവരുടെ ജില്ല തിരിച്ചുള്ള കണക്ക്: തൃശ്ശൂർ 83, തിരുവനന്തപുരം 70, പത്തനംതിട്ട 59, ആലപ്പുഴ 55, കോഴിക്കോട് 42, കണ്ണൂർ 39, എറണാകുളം 34, മലപ്പുറം 32, കോട്ടയം 29, കാസർഗോഡ് 28, കൊല്ലം 22, ഇടുക്കി 6, പാലക്കാട് 4, വയനാട് 3. നെഗറ്റീവായവരുടെ ജില്ല തിരിച്ചുള്ള കണക്ക്: തിരുവനന്തപുരം 220, കൊല്ലം 83, പത്തനംതിട്ട 81, ആലപ്പുഴ 20, കോട്ടയം 49, ഇടുക്കി 31, എറണാകുളം 69, തൃശ്ശൂർ 68, പാലക്കാട് 36, മലപ്പുറം 12, കോഴിക്കോട് 57, വയനാട് 17, കണ്ണൂർ 47, കാസർഗോഡ് 4. കഴിഞ്ഞ 24 മണിക്കൂറിനകം 21,533 സാമ്പിളുകളാണ് പരിശോധിച്ചത്. നാളെ ബലിപെരുന്നാളാണ്, ഈദുൽ അസ്ഹ. ത്യാഗത്തിൻ്റെ, സമർപ്പണത്തിൻ്റെ, മനുഷ്യസ്നേഹത്തിൻ്റെ മഹത്തായ സന്ദേശമാണ് ഈദുൽ അസ്ഹ നമുക്ക് നൽകുന്നത്. ഈ മഹത്തായ മൂല്യങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നതിന് പ്രതിജ്ഞ പുതുക്കുന്നതാകട്ടെ, അതിനുള്ള അവസരമാകട്ടെ ഈ വർഷത്തെ ഈദ് ആഘോഷം. ലോകമെങ്ങുമുള്ള മലയാളികൾക്ക് ഈദ് ആശംസ നേരുന്നു. കോവിഡ് മഹാമാരി സൃഷ്ടിച്ച പ്രതിസന്ധികൾക്കിടയിലാണ് ഇത്തവണ ജനങ്ങൾ ഈദ് ആഘോഷിക്കുന്നത്. പതിവ് ആഘോഷങ്ങൾക്കുള്ള സാഹചര്യം ഇപ്പോൾ ലോകത്തെവിടെയുമില്ല. വളരെ കുറച്ച് തീർത്ഥാടകരാണ് ഇത്തവണ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നത്. ഒഴിച്ചുകൂടാൻ പറ്റാത്ത കർമ്മങ്ങൾ മാത്രമാക്കി ഹജ്ജ് പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. ഇവിടെ പള്ളികളിൽ പെരുന്നാൾ നമസ്കാരം അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ ആളുകളുടെ എണ്ണം പരമാവധി കുറച്ചും മറ്റ് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചും നമസ്കാരം നിർവഹിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്.
എല്ലാവരും അത് പാലിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. ഇന്നത്തെ സാഹചര്യത്തിൻ്റെ ഗുരുതര സ്വഭാവം കണക്കിലെടുത്ത് പള്ളികളിൽ ഇത്തവണയും നമസ്കാരം വേണ്ടെന്ന് വെച്ച കമ്മിറ്റികളുമുണ്ട്. അവരുടെ തീരുമാനത്തെ അഭിനന്ദിക്കുന്നു. കോവിഡിനൊപ്പം നമ്മൾ സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട് 6 മാസമാവുകയാണ്. സർക്കാർ അതിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിയാണ് അപരിചിതമായ സാഹചര്യത്തെ മുറിച്ച് കടക്കാൻ ശ്രമിക്കുന്നത്. ജനങ്ങൾ ഇക്കാര്യത്തിൽ കാട്ടുന്ന ജാഗ്രതയും പിന്തുണയും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജമേകിയിട്ടുണ്ട്. കോവിഡ് പ്രതിരോധത്തിൽ സർക്കാരിന് എന്ത് പങ്കാണുള്ളത് എന്നൊരു ചോദ്യം ഇന്ന് കേട്ടു. കോവിഡ് പ്രതിരോധത്തിൻ്റെ നാൾ വഴികൾ പരിശോധിച്ചാൽ ആ ചോദ്യത്തിനുള്ള ഉത്തരമുണ്ടാകും. ജനുവരി 30-നാണ് കേരളത്തിൽ രോഗം സ്ഥിരീകരിച്ചതെങ്കിലും നമ്മുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് അതിലേറെ പഴക്കമുണ്ട്. ജനുവരി 2-ാമത്തെ ആഴ്ച മുതൽ ചൈനയിലൊരു പ്രത്യേകതരം സാർസ് വൈറസ് പടരുന്നുവെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ആരോഗ്യവകുപ്പ് ഉണർന്ന് പ്രവർത്തിച്ചു തുടങ്ങിയിരുന്നു. അംഗീകരിക്കപ്പെട്ട പ്രോട്ടോക്കോൾ ഇല്ലാതിരുന്ന ഘട്ടത്തിലും പ്രോട്ടോക്കോളും പ്രവർത്തന രേഖയും നിർദ്ദേശങ്ങളും തയ്യാറാക്കി. ജനുവരി 30, ഫെബ്രുവരി 2, 4 തീയതികളിലായി ആദ്യഘട്ടത്തിൽ 3 കേസുകളാണ് ഉണ്ടായത്. ആ 3 കേസുകളിൽ ആദ്യഘട്ടം ഒതുങ്ങുകയും ചെയ്തു. ആദ്യം സ്ഥിരീകരിക്കപ്പെട്ട രാജ്യങ്ങളിൽ രോഗം പടർന്നു പിടിക്കുമ്പോഴാണ് നാം വ്യാപനമില്ലാതെ ആദ്യഘട്ടം അതിജീവിച്ചത്. മാർച്ച് 8-ന് വിദേശത്തു നിന്നും എത്തിയവരിൽ നിന്ന് രോഗമുണ്ടായതോടെ കേരളത്തിൽ 2-ാം ഘട്ടം ആരംഭിച്ചു. ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ മാർച്ച് 24-ന് കേരളത്തിൽ 105 പേരാണ് ചികിത്സയിലുണ്ടായിരുന്നത്. മെയ് 3-ന് ചികിത്സയിലുള്ളവരുടെ എണ്ണം 95-ആയി കുറയുകയാണ് ചെയ്തത്. 2-ാം ഘട്ടം പിന്നിടുമ്പോൾ 496 പേർക്കാണ് ആകെ രോഗം ബാധിച്ചത്. അതിൽ 165 പേർക്ക് മാത്രമാണ് സമ്പർക്കത്തിലൂടെ രോഗബാധയുണ്ടായത്. അൺലോക്ക് പ്രക്രിയ ആരംഭിച്ചു. അതോടെ കോവിഡിൻ്റെ 3-ാം ഘട്ടത്തിലേക്ക് നാം കടന്നു. സംസ്ഥാന അതിർത്തി വഴിയും എയർപോർട്ട്, സീപോർട്ട് വഴിയുമൊക്കെ കേരളത്തിലേക്ക് ആളുകൾ എത്തിത്തുടങ്ങിയ ഘട്ടമാണിത്. ഇതുവരെ പുറത്തുനിന്ന് 6,82,699 പേർ വന്നു. അതിൽ 4,19,943 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരാണ്. 2,62,756 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നവരാണ്. 3-ാം ഘട്ടം ഇന്നലെ വരെ, ജൂലൈ 29 വരെ 21,298 പേർക്കാണ് രോഗം ബാധിച്ചത്.
അത് പരിശോധിച്ചാൽ 9,099 പേർ കേരളത്തിന് പുറത്തു നിന്നും വന്നവരാണ്. 12,199 പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗമുണ്ടായത്. മൂന്നാം ഘട്ടത്തിൽ രോഗികളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവ് നേരത്തെ പ്രതീക്ഷിച്ചതാണ്. എന്നാൽ രോഗവ്യാപന തോത് പ്രവചിക്കപ്പെട്ട രീതിയിൽ കൂടാതെയാണ് ഇപ്പോഴും മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് കേരളം പിടിച്ചു നിൽക്കുന്നത്. അത് മറ്റിടത്തുള്ള രോഗവ്യാപന തോത് നോക്കിയാൽ ആ രീതിയിൽ കേരളത്തിലില്ല എന്ന് കാണാൻ കഴിയും. ഈ 6 മാസത്തിനിടയിൽ നാം നടത്തിയ ചിട്ടയായ പ്രവർത്തന ഫലമാണ് പലരും പ്രവചിച്ചതുപോലുള്ള അപകടത്തിലേക്ക് കേരളം പോകാതിരുന്നത്. ആരോഗ്യമേഖലയെ മാത്രം പരിശോധിച്ചാൽ സർക്കാർ നടത്തിയ ഇടപെടലുകൾ എത്രത്തോളമാണെന്ന് മനസ്സിലാകും. കോവിഡ് പ്രതിരോധത്തിനായി ഒറ്റ ദിവസം കൊണ്ട് 276 ഡോക്ടർമാരെയാണ് നിയമിച്ചത്. കാസർഗോഡ് മെഡിക്കൽ കോളേജ് പ്രവർത്തന സജ്ജമാക്കി 273 തസ്തികകൾ സൃഷ്ടിച്ചു. 980 ഡോക്ടർമാരെ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിച്ചു. ഇതിനു പുറമെ 6700 താൽക്കാലിക തസ്തികകളിലേക്ക് NHM വഴി നിയമനം നടത്തി. ഏറ്റവും താഴെ തട്ടിൽ വരെ നമ്മുടെ ആരോഗ്യ സംവിധാനത്തെ ശക്തിപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം. കോവിഡ് രോഗികൾക്ക് മാത്രമായി 1000-ഓളം ആംബുലൻസുകൾ സജ്ജമാക്കി. 50 മൊബൈൽ മെഡിക്കൽ യൂണിറ്റുകൾ വിവിധ മേഖലകളിൽ പ്രവർത്തനം നടത്തുന്നു. ആശുപത്രികളെ കോവിഡ് ആശുപത്രികളാക്കി മാറ്റുകയും സൗകര്യങ്ങൾ സജ്ജമാക്കുകയും ചെയ്തു. 105-ഉം 93-ഉം വയസ്സുള്ള പ്രായമേറിയ രോഗികളെ വരെ ചികിത്സിച്ച് ഭേദമാക്കാൻ നമ്മുടെ ആരോഗ്യ പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടുണ്ട്. വാർഡ് തല സമിതികൾ തുടങ്ങി മുകളറ്റം വരെ നീളുന്ന നിരീക്ഷണ സംവിധാനങ്ങളാണ് സംസ്ഥാനത്തെ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൻ്റെ കരുത്താകുന്നത്. ഒരാൾ പോലും പട്ടിണി കിടക്കരുത്, ഒരു ജീവി പോലും നമ്മുടെ കരുതലിന് പുറത്തായിക്കൂടാ. ലോക്ക്ഡൗൺ ഘട്ടമായാലും അൺലോക്ക് ഘട്ടമായാലും സർക്കാരിൻ്റെ നിലപാടിതായിരുന്നു. ലോക്ക്ഡൗൺ ഉണ്ടാക്കുന്ന അതിഗുരുതരമായ സാമ്പത്തിക സാഹചര്യമുണ്ട്. ആ സാഹചര്യം മറികടക്കാനാണ് 20,000 കോടി രൂപയുടെ പാക്കേജ് സംസ്ഥാനം നടപ്പാക്കിയത്. 60 ലക്ഷം പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ കുടിശ്ശികയില്ലാതെ വിതരണം ചെയ്തു. ക്ഷേമ പെൻഷൻ കിട്ടാത്ത 15 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് 1000 രൂപ വീതം ധനസഹായം വിതരണം ചെയ്തു. വിവിധ ക്ഷേമനിധികളിലെ അംഗങ്ങൾക്ക് ധനസഹായം വേറെയും നൽകി. കുടുംബശ്രീ വഴി മുഖ്യമന്ത്രിയുടെ സഹായഹസ്തം വായ്പാ പദ്ധതിയിൽ
2000 കോടി രൂപ വിതരണം ചെയ്യാനാണ് പദ്ധതി തയ്യാറാക്കിയത്. അതിൽ 1,84,474 പേർക്കായി 1,742 കോടി 32 ലക്ഷം രൂപ ഇതിനകം വിതരണം ചെയ്തു. പൊതുവിതരണ സംവിധാനം വഴി 85 ലക്ഷം കുടുംബങ്ങൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ സൗജന്യമായി വിതരണം ചെയ്തു. ഇതോടൊപ്പം പലവ്യഞ്ജന കിറ്റുകൾ സൗജന്യമായി നൽകി. അംഗൻവാടികളിൽ നിന്ന് നൽകുന്ന പോഷകാഹാരം കുട്ടികൾക്ക് വീടുകളിൽ എത്തിച്ചു നൽകി. 26 ലക്ഷം വിദ്യാർത്ഥികൾക്ക് സൗജന്യ ഭക്ഷ്യധാന്യ കിറ്റും വിതരണം ചെയ്തു. സമൂഹ അടുക്കള വഴി ലോക്ക്ഡൗൺ ഘട്ടത്തിൽ ബുദ്ധിമുട്ടനുഭവിച്ചവർക്ക് സൗജന്യമായും അല്ലാതെയും ഭക്ഷണ വിതരണം നടത്തി. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ കുറഞ്ഞ നിരക്കിൽ ഭക്ഷണം നൽകുന്ന ജനകീയ ഭക്ഷണശാലകൾ ആരംഭിച്ചു. ജനങ്ങൾക്ക് അധിക ഭാരമില്ലാത്ത ഈ കാലഘട്ടത്തെ മറികടക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളും സർക്കാർ ഒരുക്കി. IT, വ്യവസായം, ചെറുകിട വ്യവസായം, സർക്കാർ കെട്ടിടങ്ങളിൽ വാടകയ്ക്കുള്ള വ്യാപാരികൾ, ഇങ്ങനെയുള്ളവർക്കെല്ലാം ആവശ്യമായ ഇളവുകൾ ഈ ഘട്ടങ്ങളിൽ നൽകി. ഇത്തരം ഇടപെടലുകൾ അൺലോക്ക് ഘട്ടത്തിലും തുടരുകയാണ്. കാർഷിക മേഖലയിൽ സുഭിക്ഷ കേരളം പദ്ധതി ആരംഭിച്ചത് തൊഴിൽ മേഖലയിലും ഉൽപ്പാദന മേഖലയിലുമുള്ള മാന്ദ്യത്തെ മറികടക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. കാർഷിക മേഖലയിൽ വലിയ ഉണർവ് സുഭിക്ഷ കേരളം പദ്ധതി സാധ്യമാക്കിയിട്ടുണ്ട്. 2 മാസത്തെ ക്ഷേമ പെൻഷനും സാമൂഹ്യ സുരക്ഷാ പെൻഷനും ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓണത്തിന് മുന്നോടിയായി സൗജന്യ ഭക്ഷണ കിറ്റ് നൽകുന്ന പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ഇങ്ങനെയെല്ലാം സാധ്യമായ എല്ലാ ഇടപെടലുകളും നടത്തിയ 6 മാസങ്ങളാണ് നാം പിന്നിടുന്നത്. കോവിഡിനോടൊപ്പം തന്നെ ഇനിയും നാം സഞ്ചരിക്കേണ്ടി വരുമെന്നാണ് വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. അതിന് സജ്ജമാകുക എന്നതാണ് പ്രധാനം. തിരുവനന്തപുരത്ത് കോവിഡ്-19 പ്രതിരോധത്തിനായി ശക്തമായ നടപടികളാണ് ഒരുക്കിയിരിക്കുന്നത്. 23 CFLTCകളിൽ 2500 കിടക്കകൾ ഒരുക്കിയിട്ടുണ്ട്. 1612 പേർ ഇപ്പോൾ വിവിധ CFLTCകളിലായി കഴിയുന്നു. 888 കിടക്കകളോളം ഒഴിവുണ്ട്. ഇനിയും കൂടുതൽ CFLTCകൾ സജ്ജമാക്കാനുള്ള ശ്രമത്തിലാണ്. അടുത്ത ഘട്ടത്തിൽ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയെ പൂർണ്ണമായും കോവിഡ് ചികിത്സക്കായുള്ള കോവിഡ് ഹോസ്പിറ്റലാക്കും. ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലുള്ള രോഗികൾക്ക് നഗരത്തിൽ തന്നെയുള്ള സർക്കാർ ആശുപത്രികളിലും മെഡിക്കൽ കോളേജിലും ആവശ്യമായ ക്രമീകരണം വരുത്തിയിട്ടുണ്ട്.
ജനറൽ ആശുപത്രിയിലെ 9-ാം വാർഡിലെ രോഗികളെ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ച് അവിടെ തന്നെ ചികിത്സിക്കും. 769 ബെഡുകളാണ് ജനറൽ ആശുപത്രിയിലുള്ളത്. 25 ICU കിടക്കുകളുമുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ കണ്ടെയ്ൻമെൻറ്റ് സോണുകളിൽ അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾക്ക് രാവിലെ 7 മണി മുതൽ വൈകിട്ട് 4 വരെ പ്രവർത്തനാനുമതി നൽകിയിട്ടുണ്ട്. പുല്ലുവിള, പുതുക്കുറിച്ചി, അഞ്ചുതെങ്ങ്, പൊഴിയൂർ ഈ ലാർജ് ക്ലസ്റ്ററുകളുടെ സമീപ മേഖലകളിലേക്ക് രോഗം പടരുന്നുണ്ട്. കൊല്ലം ജില്ലയിൽ കണ്ടെയ്ൻമെൻറ്റ് സോണുകളിൽ ഇളവനുവദിച്ചയിടങ്ങളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് കശുവണ്ടി ഫാക്ടറികൾ തുറക്കാൻ തീരുമാനമായി. എണ്ണത്തിൽ കുറഞ്ഞ ജീവനക്കാരെ മാത്രമേ നിയോഗിക്കാവൂ. പത്തനംതിട്ട ജില്ലയിൽ പത്തനംതിട്ട പോലീസ് AR ക്യാമ്പ് കേന്ദ്രീകരിച്ച് പുതിയൊരു ക്ലോസ്ഡ് കമ്മ്യൂണിറ്റി ക്ലസ്റ്റർ രൂപപ്പെട്ടു. ക്യാമ്പിലെ 41 പേരെ പരിശോധിച്ചപ്പോൾ 5 പോലീസുകാർക്കും ക്യാമ്പ് സന്ദർശിച്ച 2 പോലീസുകാർക്കും കോവിഡ് സ്ഥിരീകരിച്ചു. മഴ ശക്തി പ്രാപിച്ചതോടെ എറണാകുളത്ത് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് പ്രവർത്തനം. നിരീക്ഷണത്തിൽ കഴിയുന്ന ആളുകളെ പ്രത്യേക സ്ഥലങ്ങളിലാണ് താമസിപ്പിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിൽ 622 പേർക്ക് ആൻറ്റിജൻ പരിശോധന നടത്തി. ഇപ്പോൾ 137 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. കോഴിക്കോട് ജില്ലയിൽ രോഗവ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ സ്വകാര്യ ആശുപത്രികളുടെ കീഴിലുള്ളതുൾപ്പെടെ 5 കേന്ദ്രങ്ങളിൽ കൂടി കോവിഡ് ചികിത്സാ സൗകര്യമൊരുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കോഴിക്കോട് ബീച്ച് ആശുപത്രി കോവിഡ് ആശുപത്രിയായി മാറ്റും. മുതിർന്ന പൗരന്മാരെയും മാരക രോഗങ്ങളുള്ളവരെയും സംരക്ഷിക്കാൻ തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിൽ കരുതൽ കെയർ സെൻ്ററുകൾ എന്ന പേരിൽ പ്രത്യേക കർമ്മ പദ്ധതി ആവിഷ്കരിച്ചു. ഓരോ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിലും ഒരു കരുതൽ കെയർ സെൻ്റർ ഒരുക്കും. വയനാട് ജില്ലയിലെ പെരിയ, പാൽച്ചുരം, പക്രന്തളം, കുറ്റ്യാടി ചുരങ്ങളിൽ ചരക്ക് വാഹനങ്ങൾക്കും മെഡിക്കൽ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട വാഹനങ്ങൾക്കും മാത്രമായി ഗതാഗതം പരിമിതപ്പെടുത്തി. എവിടെയും 20-ൽ കൂടുതൽ പേർ പങ്കെടുക്കുന്ന വിവാഹ ചടങ്ങുകൾ പാടില്ല എന്ന നിർദ്ദേശം നൽകി. വിവാഹ ചടങ്ങുകൾ 3 മണിക്കൂറിൽ കൂടാനും പാടില്ല. ചെറിയ രോഗലക്ഷണങ്ങളുള്ളവരെ ഹോം കെയർ ഐസൊലേഷനിലാക്കാമെന്ന് ICMR ജൂലൈ 2-ന് ഗൈഡ് ലൈൻ പുറത്തിറക്കിയിരുന്നു. മറ്റു പല സംസ്ഥാനങ്ങളും ഇത് നടപ്പിലാക്കി. ആ ഗൈഡ് ലൈൻ അടിസ്ഥാനമാക്കി ഹോം കെയർ ഐസൊലേഷൻ കേരളത്തിൽ നടപ്പിലാക്കാമെന്ന് വിദഗ്ധ സമിതി ശുപാർശ ചെയ്തിട്ടുണ്ട്. കോവിഡ് ബാധിച്ച ബഹുഭൂരിപക്ഷം ആളുകൾക്കും രോഗലക്ഷണങ്ങളില്ല.
ഇവർക്ക് വലിയ ചികിത്സ ആവശ്യമില്ല. മറ്റുള്ളവരിലേക്ക് രോഗം പകർത്താതിരിക്കാനാണ് CFLTCകളിൽ ഇവരെ കടത്തുന്നത്. വീട്ടിൽ കഴിഞ്ഞെന്ന് കരുതി പ്രത്യേക പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഒരു കാരണവശാലും മുറി വിട്ട് പുറത്തിറങ്ങരുത്. ഐസൊലേഷൻ വ്യവസ്ഥകൾ പൂർണ്ണമായും പാലിക്കാനാവണം. രോഗലക്ഷണമില്ലാത്തവർക്കാണ് ഹോം കെയർ ഐസൊലേഷൻ അനുവദിക്കുക. ടെലിഫോണിക് മോണിറ്ററിങ്, സ്വയം നിരീക്ഷിച്ച് രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്യൽ, ഫിംഗർ പൾസ് ഓക്സിമെട്രി, ഇവയാണ് ഹോം ഐസൊലേഷനിൽ പ്രധാനം. ത്രിതല മോണിറ്ററിംഗ് സംവിധാനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. JPHN, ആശാ വർക്കർ, വളണ്ടിയർ എന്നിവരാരെങ്കിലും നിശ്ചിത ദിവസങ്ങളിൽ അവരെ സന്ദർശിച്ച് വിലയിരുത്തും. വിദഗ്ധ ഡോക്ടർമാരുടെ മേൽനോട്ടവും ഉണ്ടാകും. ആരോഗ്യനിലയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നെങ്കിൽ ആശുപത്രിയിൽ എത്തിക്കും. CFLTCയിൽ ചികിത്സയിലുള്ള പലരും പറയുന്നത്, ഞങ്ങൾ വീട്ടിൽ പോയിക്കോളാം, എന്തെങ്കിലും രോഗലക്ഷണങ്ങളുണ്ടെങ്കിൽ അറിയിച്ചാൽ പോരെ എന്നാണ്. ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് പരീക്ഷണാടിസ്ഥാനത്തിൽ ആരോഗ്യ പ്രവർത്തകർക്കാണ് ഹോം കെയർ ഐസൊലേഷൻ നടപ്പിലാക്കുക. ആരോഗ്യ പ്രവർത്തകരുടെ അവബോധം ഗുണം ചെയ്യുമെന്നതിലാണ് ആദ്യം അവരെ തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ ആരെയും നിർബന്ധിച്ച് ഹോം ഐസൊലേഷനിൽ വിടില്ല. താൽപ്പര്യമുള്ള ആരോഗ്യ പ്രവർത്തകർ സത്യവാങ്മൂലം നൽകണം. കോവിഡ് പ്രതിരോധത്തിനായി പരീക്ഷിച്ച് വിജയിച്ചതാണ് ഹോം ക്വാറന്റൈൻ. രോഗം മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കാൻ വീട്ടിൽ ടോയ്ലറ്റ് സൗകര്യമുള്ള ഒരു മുറിയിൽ ഒറ്റയ്ക്ക് കഴിയുന്ന രീതിയാണ് ഹോം ക്വാറന്റൈൻ. ഇതിന് കഴിയാത്തവർക്ക് സർക്കാർ കേന്ദ്രങ്ങളിൽ ക്വാറന്റൈൻ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ബഹുഭൂരിപക്ഷത്തിനും പുറത്തിറങ്ങിയാൽ വീട്ടിലെ മറ്റുള്ളവർക്ക് രോഗം പകരുമെന്ന അവബോധമുണ്ട്. പ്രിയപ്പെട്ടവരെ രോഗത്തിലേക്ക് തള്ളിവിടാൻ ആരും തയ്യാറല്ലല്ലോ. വളരെ കുറച്ച് പേരാണ് ക്വാറന്റൈൻ നിർദ്ദേശങ്ങൾ ലംഘിച്ചിട്ടുള്ളത്. അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നുമുണ്ട്. ഹോം ക്വാറന്റൈൻ നടപ്പിലാക്കിയപ്പോഴും പ്രതിപക്ഷം സർക്കാരിനെ വിമർശിച്ചിരുന്നു. മിറ്റിഗേഷൻ മെത്തേഡ് നടപ്പിലാക്കണമെന്നാണ് ആ കാലത്ത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അവസാനം കേരളം നടപ്പിലാക്കിയ ഹോം ക്വാറന്റൈൻ ലോകം തന്നെ അംഗീകരിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത്. മറ്റ് സംസ്ഥാനങ്ങളും ഹോം ക്വാറന്റൈനിൽ കേരളത്തെ മാതൃകയാക്കുന്നുണ്ട്. ഇതിനിടയിൽ സ്വയം ചികിത്സിക്കുന്ന അവസ്ഥയിലേക്ക് രോഗികളെ തള്ളിവിടുന്നു എന്ന പരിഹാസം എങ്ങനെ വിശേഷിപ്പിക്കപ്പെടേണ്ടതാണ് എന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഒരു കാര്യം കൂടി, സംസ്ഥാനത്ത് 29 കോവിഡ് ആശുപത്രികളിലായി 8715 ബെഡുകളും
25 മറ്റ് സർക്കാർ ആശുപത്രികളിലായി 984 ബെഡുകളും 103 CFLTCകളിലായി 14,894 ബെഡുകളും 19 സ്വകാര്യ ആശുപത്രികളിലായി 943 ബെഡുകളും ഉൾപ്പെടെ മൊത്തം 176 സ്ഥാപനങ്ങളിലായി 25,536 ബെഡുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് രോഗികളുടെ എണ്ണം വർദ്ധിച്ചാൽ ചികിത്സാ സൗകര്യം ഉണ്ടാകില്ല എന്ന ആശങ്കയ്ക്ക് ഒരടിസ്ഥാനവുമില്ല. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി വിജിലൻസ് ഉൾപ്പെടെയുള്ള പോലീസിൻ്റെ എല്ലാ സ്പെഷ്യൽ യൂണിറ്റുകളിലെയും ഉദ്യോഗസ്ഥരെ നിയോഗിക്കും. ക്രമസമാധാന ചുമതലയുള്ള ഉദ്യോഗസ്ഥരെ കൂടാതെ SP, DIG, IG, ADGP തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ നേരിട്ടോ അല്ലാതെയോ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകും. ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങൾ തീരുന്നതുവരെ ജാഥകളും യോഗങ്ങളും സംഘടിപ്പിക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾ തുടരും. സംസ്ഥാനത്തിനകത്ത് KSRTC ദീർഘദൂര യാത്രാ സർവീസുകൾ പുനരാരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കും ഈ സർവീസ്. മാസ്ക് ധരിക്കാത്ത 5,821 സംഭവങ്ങൾ സംസ്ഥാനത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ക്വാറന്റൈൻ ലംഘിച്ച 6 പേർക്കെതിരെ ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്തു. 2 ദിവസമായി വ്യാപകമായ മഴയാണ് ലഭിക്കുന്നത്. കാലവർഷം ശക്തിപ്പെട്ടിരിക്കുന്നു. മഴ പെയ്യുന്ന സ്ഥിതിയുണ്ടായതോടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന അവസ്ഥയുണ്ടായി. കോട്ടയം, വൈക്കം, കുമരകം, ചേർത്തല, എറണാകുളം സൗത്ത്, കണ്ണൂർ, വെള്ളാനിക്കര, കൊച്ചി, കക്കയം ഇത്രയും മേഖലകളിൽ 24 മണിക്കൂറിൽ 150 മില്ലിമീറ്ററിലധികം മഴയാണ് രേഖപ്പെടുത്തിയത്. ഇതാണ് വെള്ളക്കെട്ട് സൃഷ്ടിച്ചത്. ചിലയിടങ്ങളിൽ മണ്ണിടിച്ചിലും ഉണ്ടായി. പക്ഷേ ആളുകളെ മാറ്റി താമസിപ്പിച്ചുകൊണ്ട് അപകടങ്ങൾ കുറക്കാൻ സാധിച്ചു. ഇന്നും നാളെയും കൂടി കാലാവസ്ഥാ വകുപ്പ് ചില ജില്ലകളിൽ ഓറഞ്ച്, യെല്ലോ അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആഗസ്റ്റ് 4 ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെടാനുള്ള നേരിയ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. മുൻവർഷങ്ങളിൽ ഇത്തരത്തിൽ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദങ്ങൾ രൂപം കണ്ടപ്പോഴാണ് കേരളത്തിൽ അതിതീവ്ര മഴ ഉണ്ടായിരുന്നത്. അതിതീവ്ര മഴ സാധ്യത നിലവിൽ പ്രവചിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ മുന്നറിയിപ്പിനെ ഗൗരവത്തിൽ കണ്ട് തയ്യാറെടുപ്പ് നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ക്യാമ്പുകൾക്ക് കെട്ടിടങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. ന്യൂനമർദ്ദത്തിൻ്റെ രൂപീകരണവും വികാസവും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. കേരള സർക്കാർ നടപ്പിലാക്കിയ ഡിജിറ്റൽ വിദ്യാഭ്യാസ രീതി ദേശീയ തലത്തിൽ ശ്രദ്ധേയമായിരിക്കുകയാണ്. തീർച്ചയായും നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു നേട്ടം തന്നെയാണിത്. ഇന്ത്യയിലെ
വിദൂര വിദ്യാഭ്യാസ മുന്നേറ്റങ്ങളെ 2020 സംബന്ധിച്ച് MHRD പുറത്തിറക്കിയ റിപ്പോർട്ടിലാണ് കേരളത്തെ രാജ്യത്തിന് ഏറ്റവും നല്ല മാതൃകയായി അവതരിപ്പിച്ചിരിക്കുന്നത്. ഡിജിറ്റൽ ക്ലാസ് റൂം, ICT ലാബ്, ഓൺലൈൻ പ്രവേശനം, കമ്പ്യൂട്ടർ അധിഷ്ഠിത പഠനം, സമൂഹ പങ്കാളിത്തം തുടങ്ങി MHRD നിർദ്ദേശിച്ച 16 മാനദണ്ഡങ്ങളിൽ 15 കേരളം നേടിയിട്ടുണ്ട് എന്ന് റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യവും നാം ശ്രദ്ധിക്കേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. ഇത് നമ്മുടെ പൊതുവിദ്യാലയങ്ങളുടെ ഭാഗമായിട്ട് വരുന്ന കാര്യമാണ്. അല്ലാത്ത സ്ഥാപനങ്ങളിൽ 5 മണിക്കൂർ വരെ നീളുന്ന ക്ലാസ്സുകളാണ് ഓൺലൈനിൽ നടക്കുന്നത്. ചില കുട്ടികൾക്ക് ഈ ക്ലാസ്സിന് പുറമെ ഒരു 2-3 മണിക്കൂർ നീളുന്ന ട്യൂഷനുമുണ്ട്. അപ്പോൾ എല്ലാം കൂടി വരുമ്പോൾ ഒരു 7 മണിക്കൂർ വരെ നീളുന്ന ഓൺലൈൻ ക്ലാസ്, ആ ക്ലാസ്സിന് ഒരു കുട്ടി വിധേയമാവുകയാണ്. അത് യഥാർത്ഥത്തിൽ ആ കുട്ടിക്ക് വലിയ പ്രശ്നങ്ങളുണ്ടാക്കുന്ന ഒന്നാണ് എന്ന് കാണേണ്ടതായിട്ടുണ്ട്. ഇതിൽ ശാരീരിക അസ്വാസ്ഥ്യത്തിൻ്റെ പ്രശ്നം മാത്രമല്ല, മറ്റു തരത്തിലും കുട്ടികൾക്ക് മാനസിക സമ്മർദ്ദം, ഉത്കണ്ഠ, ശ്രദ്ധക്കുറവ്, ഉറക്കക്കുറവ്, വികൃതി, ദേഷ്യം, സ്വഭാവ പ്രശ്നങ്ങൾ, ആത്മവിശ്വാസക്കുറവ്, ഇത്തരം തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ ചെറിയ കുട്ടികളിൽ ഉണ്ടാക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ വേണ്ടത് നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ ചെയ്യുന്നത് പോലെ ഒരു നിശ്ചിത സമയം മാത്രം ക്ലാസ് നൽകുക. അതോടൊപ്പം എല്ലാ ഓൺലൈൻ ക്ലാസ്സുകളും ലൈവായി നടത്താൻ ശ്രദ്ധിക്കണം. പരസ്പര ആശയവിനിമയത്തിന് അവസരമുണ്ടാകണം. ഒരു സെഷൻ്റെ സമയം ഒരു അരമണിക്കൂറിൻ്റെ അപ്പുറവും ഇപ്പുറവും നിൽക്കുന്ന മട്ടിലാവണം. ഓരോ സെഷന് ശേഷവും ആവശ്യമായ വിശ്രമ സമയം കൊടുക്കണം. ഒരു ക്ലാസ് കഴിഞ്ഞ് തൊട്ട് അടുത്ത് തന്നെ മറ്റൊരു ക്ലാസ് തുടങ്ങിയാൽ കുട്ടി ഇതിങ്ങനെ അത് തന്നെ ശ്രദ്ധിച്ചിരിക്കണമല്ലോ. കുട്ടിപ്രായമല്ലേ, അത് നമ്മൾ കണക്കിലെടുക്കേണ്ടതാണ്. അപ്പോൾ ഒരു ദിവസത്തെ പരമാവധി ഓൺലൈൻ ക്ലാസ്സിൻ്റെ സമയം നിജപ്പെടുത്തണം. അത് ഈ 5 മണിക്കൂർ വരെ നീളുന്ന തരത്തിലേക്ക് ഓൺലൈൻ ക്ലാസ് ഭാരമായി മാറും. അതോടൊപ്പം ഓൺലൈൻ ക്ലാസ് ഒരേ തുടർച്ചയായി നടത്താതെ രാവിലെയും ഉച്ചയ്ക്ക് ശേഷവും എന്ന തരത്തിൽ ഇടവേള ഇട്ടുകൊണ്ട്, ക്ലാസ്സുകൾ തമ്മിലുള്ള ഇടവേള ഇട്ടുകൊണ്ട് നടത്തുന്ന കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിനോടൊപ്പം ഗൃഹപാഠം, അസൈൻമെൻറ്റ് ഇതൊക്കെ കുറച്ച് മാത്രം നൽകുന്ന നില സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ കോവിഡ് മഹാമാരി നീണ്ടു നിൽക്കുന്ന സാഹചര്യമാണ്. അപ്പം അത്തരമൊരു സാഹചര്യത്തിൽ ഈ ഓൺലൈൻ പഠന രീതി എങ്ങനെ വേണം എന്നത് സംബന്ധിച്ച് കൃത്യമായ തീരുമാനങ്ങൾ ഉണ്ടാവണം. അതിനുവേണ്ടി പ്രത്യേക രീതിയിലുള്ള പാഠ്യപദ്ധതി ആവിഷ്കരിക്കണം. ഇപ്പം നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ
സ്തുത്യർഹമായ രീതിയിൽ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. എന്നാൽ അതല്ലാത്ത നില കേരളത്തിലെ ഒരു വിഭാഗം വിദ്യാർത്ഥികൾക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. അത് പരിഹരിക്കേണ്ടതാണ്. അതിനാവശ്യമായ നടപടികൾ ഈ ബന്ധപ്പെട്ട സ്കൂളുകൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു പ്രശ്നം, നമ്മുടെ കേരളത്തിൽ ട്രോളിംഗ് നിരോധനം അവസാനിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മത്സ്യബന്ധനം എങ്ങനെ, കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ആഗസ്റ്റ് 5 മുതൽ കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ട് നിയന്ത്രിത മത്സ്യബന്ധനം അനുവദിക്കും. എല്ലാ ബോട്ടുകളും രജിസ്ട്രേഷൻ നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടാവുന്നതാണ്. അത് കണ്ടെയ്ൻമെൻറ് സോണിലും മത്സ്യബന്ധനം നടത്താം. പക്ഷേ ലഭ്യമാകുന്ന മത്സ്യം അതാത് സോണിൽ വിറ്റു തീർക്കണം. കണ്ടെയ്ൻമെൻറ് സോണിൽ നിന്ന് മത്സ്യവില്പനക്കായി പുറത്തേക്ക് പോകാൻ പാടില്ല. അധികമുള്ള മത്സ്യം സഹകരണ സംഘങ്ങൾ മുഖേന മാർക്കറ്റിലെത്തിക്കും. മത്സ്യബന്ധനത്തിന് പുറപ്പെടുന്ന സ്ഥലത്ത് തന്നെ നിർബന്ധമായും തിരിച്ചെത്തണം. അവർ വേറൊരു കടവിൽ അടുക്കാൻ പാടില്ല എന്നർത്ഥം. മത്സ്യലേലം പൂർണ്ണമായും ഒഴിവാക്കണം. ഹാർബറുകളിൽ ഹാർബർ മാനേജ്മെൻറ്റ് സൊസൈറ്റികളും ലാൻഡിംഗ് സെൻ്ററുകളിൽ മത്സ്യത്തൊഴിലാളി പ്രതിനിധികളെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തി പ്രാദേശികമായി രൂപീകരിക്കുന്ന ജനകീയ കമ്മിറ്റികളുമായിരിക്കും മത്സ്യത്തിൻ്റെ വില നിശ്ചയിക്കുന്നതും മത്സ്യബന്ധന പ്രവർത്തനങ്ങളും വിപണനവും നിയന്ത്രിക്കുന്നതും. ഈ ഘട്ടത്തിൽ നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽ വന്നൊരു പ്രശ്നം, എത്ര വലിയ പ്രശ്നങ്ങൾക്ക് നടുവിലും തളരാതെ മുന്നോട്ട് പോകാൻ ഒരു സമൂഹത്തിൻ്റെ ഇന്ധനമായി മാറേണ്ടത് ശുഭാപ്തി വിശ്വാസമാണ്. പ്രതീക്ഷകൾ ഉയർത്തിപ്പിടിക്കുകയും നിശ്ചയദാർഢ്യത്തോടെ വെല്ലുവിളികളെ മറികടക്കുകയും ചെയ്യേണ്ട ഈ ഘട്ടത്തിൽ നമ്മളെല്ലാവരും പരസ്പരം പ്രചോദിപ്പിച്ചേ തീരൂ. ആ ഉത്തരവാദിത്വം നമ്മുടെ കുഞ്ഞുങ്ങൾ ഏറ്റെടുത്ത് കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അനിർവചനീയമാണ്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന മുഹമ്മദ് ഫയാസ് എന്ന കൊച്ചുമിടുക്കൻ്റെ വാക്കുകൾ നമ്മളൊന്നാകെ സ്വീകരിച്ച് ഹൃദയത്തോട് ചേർത്തതും മറ്റൊന്നുകൊണ്ടുമല്ല. പരാജയങ്ങൾക്ക് മുന്നിൽ കാലിടറാതെ, പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ട് പോകാൻ ഓർമ്മിപ്പിക്കുന്ന ആ കുഞ്ഞിൻ്റെ നിഷ്കളങ്കമായ വാക്കുകൾ ഒരു സമൂഹത്തിന് തന്നെ മുദ്രാവാക്യമായി മാറി. ഫയാസ് തൻ്റെ ചിന്തകളെ വാക്കുകളിൽ ഒതുക്കാതെ പ്രവൃത്തികളിലൂടെ മാതൃക തീർക്കുകൂടി ചെയ്തിരിക്കുന്നു. തനിക്ക് ലഭിച്ച സമ്മാനത്തുകയിൽ നിന്നൊരു വിഹിതം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിരിക്കുന്നു. ഇന്ന് മലപ്പുറം കലക്ടർ അത് ഏറ്റുവാങ്ങിയിട്ടുമുണ്ട്. ബാക്കി തുക ഒരു നിർധന കുടുംബത്തിലെ പെൺകുട്ടിയുടെ വിവാഹത്തിനായി നീക്കിവെക്കുകയും ചെയ്തു.
ഏവരും പിന്തുടരേണ്ട ഉദാത്തമായ സാമൂഹിക ബോധമാണ് ഒരു കൊച്ചുകുട്ടി നമുക്ക് പകർന്നു തന്നത്. ആ പ്രതീക്ഷയും ദയാവായ്പുമാണ് നമ്മെ നയിക്കേണ്ടത്. ഫയാസിനെയും കുഞ്ഞിന് പിന്തുണ നൽകിയ രക്ഷിതാക്കളെയും ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. ഇന്ന് കാസർഗോഡ് ജില്ലയിലെ എളമ്പച്ചി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA-യും പൂർവ്വ വിദ്യാർത്ഥികളും ചേർന്ന് 31 കുട്ടികൾക്ക് TV വിതരണം ചെയ്തിട്ടുണ്ട്. കുലശേഖരപുരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് കോവിഡ് ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകൾക്ക് ജീവൻ രക്ഷാ മരുന്നുകൾ സൂക്ഷിക്കുന്നതിനായി 5 റെഫ്രിജറേറ്ററുകൾ കൈമാറിയിട്ടുണ്ട്. ദുരിതാശ്വാസ കാര്യത്തിൽ കിടങ്ങൂർ സർവീസ് സഹകരണ ബാങ്ക് 14,93,919 രൂപ, മഹിളാ അസോസിയേഷൻ മട്ടന്നൂർ ഏരിയ കമ്മിറ്റി രുചിക്കൂട്ട് ചാലഞ്ചിലൂടെ സ്വരൂപിച്ച 1,20,000 രൂപ, ചെറുവത്തൂർ തുരുത്തിയിലെ CPIM കാവുഞ്ചിറ ഓർക്കുളം ബ്രാഞ്ചുകളും AKG ക്ലബ്ബും ചേർന്ന് 61,400 രൂപ, ആലത്തൂരിലെ അത്തിപ്പറ്റ വായനശാലയുടെ നേതൃത്വത്തിൽ പാലടപ്രഥമൻ ചാലഞ്ചിലൂടെ ശേഖരിച്ച 55,555 രൂപ, മഹിളാ അസോസിയേഷൻ കല്യാട് വില്ലേജ് കമ്മിറ്റി ബിരിയാണി ചാലഞ്ചിലൂടെ സമാഹരിച്ച 40,000 രൂപ, തൃക്കരിപ്പൂർ ഉദിനൂരിലെ നടക്കാവ് VV ബാബുരാജ് 50,000 രൂപ, കർഷക തൊഴിലാളി യൂണിയൻ പെരളം നോർത്ത് വില്ലേജ് കമ്മിറ്റി 30,000 രൂപ, ചെന്താര തുരുത്തിമുക്ക് ബിരിയാണി ചാലഞ്ചിലൂടെ സമാഹരിച്ച 33,670 രൂപ, നീലേശ്വരം പള്ളിക്കരയിലെ KSRTCയിൽ നിന്ന് വിരമിച്ച K. ലക്ഷ്മണൻ പെൻഷൻ തുക 25,800 രൂപ, വെസ്റ്റളേരി വരക്കാട് സ്ട്രൈക്കേഴ്സ് ക്ലബ്ബ് 25,450 രൂപ, കയ്യൂർ ആലന്തട്ട പുതിയടത്തറ ദേവസ്ഥാനം 25,000 രൂപ, പിലിക്കോട് ചന്തേര ചെമ്പിലോട്ട് ക്ഷേത്രം മാണിയ ടൂർ കമ്മിറ്റി 25,000 രൂപ, കരിവള്ളൂർ കുണിയൻ സൂര്യോദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് 15,000 രൂപ. ഇത്രയുമാണ് ഇന്ന് കൈമാറാനുള്ള വിവരങ്ങൾ. ശബ്ദമില്ല. അൺലോക്ക് മാർഗനിർദ്ദേശങ്ങൾ ഇന്നലെ കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനം അതനുസരിച്ചുള്ള എന്തെല്ലാം തീരുമാനങ്ങളുണ്ടോ? ഈ ജിമ്മുകൾ തുറക്കുന്ന ഉൾപ്പെടെയുള്ള തീരുമാനങ്ങളാണെന്നല്ല കേന്ദ്രം പറഞ്ഞത്. അതെങ്ങനെയാണ് സംസ്ഥാനം? അത് കേന്ദ്ര ഗവൺമെൻറ് നിർദ്ദേശിച്ച കാര്യങ്ങൾ അതേ രീതിയിൽ നടപ്പാക്കാൻ തന്നെയാണ് സംസ്ഥാനം നിലകൊള്ളുന്നത്. അതിൽ ജിമ്മുമായി ബന്ധപ്പെട്ട കാര്യം ഇനിയും പ്രോട്ടോകോൾ വരേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. അത് തുറന്നിറക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ആ കാര്യവും നടപ്പാക്കും. ട്രീറ്റ്മെന്റ് സെന്റർ അടക്കമുള്ള സംവിധാനങ്ങൾ, ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടും എന്തുകൊണ്ടാണ് ഈ രോഗികളെ വീട്ടിൽ ചികിത്സിക്കാൻ വേണ്ടിയുള്ള ഒരു ആലോചനയും കിടക്കുന്നത്? ഈ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണം രോഗികളെ പൂർണ്ണമായും സംസ്ഥാന സർക്കാർ കൈവിടുന്നു, ക്രമസമാധാനത്തിൽ മാത്രമാണ് സംസ്ഥാന സർക്കാർ ശ്രദ്ധിക്കുന്നതെന്നാണ്. അത് ഞാൻ 2 ദിവസം മുമ്പ് തന്നെ പറഞ്ഞു. ഇതാണ് ഇങ്ങനെയൊരു കാര്യം വരാനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളത് ആദ്യം തീരുമാനിക്കാതിരുന്നത്. കാരണം നമ്മുടെ നാട് എങ്ങനെ വിമർശിക്കാൻ പറ്റുമെന്ന് നോക്കി നടക്കുന്നൊരവസ്ഥയാണല്ലോ. അപ്പോൾ നമ്മുടെ രാജ്യം ഇത്തരമൊരു നിലപാടെടുത്തു. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളോട് തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, വിവിധ മേഖലകളുമായി ചർച്ച ചെയ്തു. അതിൽ ആ യോഗങ്ങളിൽ എല്ലാം വന്ന അഭിപ്രായം ഈ വീടുകളിൽ ചികിത്സിക്കാനുള്ള സൗകര്യം കൊടുക്കണം എന്നാണ്. അപ്പോൾ അങ്ങനെ എല്ലാ അഭിപ്രായങ്ങളും കൂടി വന്നപ്പോഴാണ് സർക്കാർ അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് നീങ്ങുന്നത്. ഇവിടെ വീടുകളിലുള്ള സൗകര്യം വേണം അതിന്. ആ സൗകര്യം ഉണ്ടായാൽ മാത്രം പോരാ, അത് പാലിക്കാൻ അവർ സന്നദ്ധരാകുകയും വേണം. അങ്ങനെയുള്ളവർക്ക്
അവരാഗ്രഹിച്ചാൽ മാത്രം പോരാ, സൗകര്യം ഉണ്ടെങ്കിൽ മാത്രം അവിടെ കിടന്ന് ചികിത്സിക്കാവുന്നതാണ്. കൃത്യമായ പരിശോധനകൾ നടത്താൻ പറ്റും. അവർക്ക് തന്നെ സ്വയം മോണിറ്റർ ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞതുപോലെ ആരോഗ്യ പ്രവർത്തകർ അവിടെ എത്തി കൃത്യമായി പരിശോധിക്കുന്ന നിലയും എടുക്കും. അപ്പോൾ അതുകൊണ്ട് മറ്റ് പ്രയാസങ്ങളൊന്നും ഉണ്ടാകാനില്ല. അതിന് പറ്റിയ റൂം വേണം. അവിടെ ആ റൂമിൽ മാത്രമേ കഴിയാൻ പാടുള്ളൂ. നമ്മുടെ നേരത്തെ തന്നെ ക്വാറന്റൈനുമായിട്ട് ബന്ധപ്പെട്ട് നിർദ്ദേശിച്ച കാര്യങ്ങളുണ്ട്. അത് കുറേ കൂടി ശക്തമായി നടപ്പാക്കണം. വീട്ടിലുള്ളിൽ ഒരാൾ മാത്രമേ ഈ ആളുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടാൻ പാടുള്ളൂ. കാരണം ഭക്ഷണവും കൊടുക്കണമല്ലോ, അത്തരം കാര്യങ്ങൾ. ഇത് നേരത്തെ തന്നെ നടപ്പാക്കാൻ നമ്മൾ നിശ്ചയിച്ച ഒരു തരത്തിൽ നടപ്പാക്കിയതാണ് ക്വാറന്റൈൻ രീതിയിൽ. അത് രോഗികളുടെ കാര്യത്തിൽ ഇപ്പോൾ നടപ്പാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ബ്ലോക്ക് തലത്തിൽ ഈ നേഴ്സുമാരെ നിയമിച്ചിട്ടുണ്ട്. അവർക്ക് 13,500 രൂപയാണ് പ്രതിഫലം. കോവിഡ് ഡ്യൂട്ടി ഉൾപ്പെടെ അവർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവർക്ക് എന്തെങ്കിലും പരിഗണന ഉണ്ടോ ഈ പ്രതിഫലം കൂട്ടാൻ വേണ്ടി? നേരത്തെ നിശ്ചയിച്ച നഴ്സുമാരുടെ കാര്യമാണോ പറയുന്നത്? നേരത്തെ നിശ്ചയിച്ച നഴ്സുമാരുടെ കാര്യമാണോ പറയുന്നത്? അതെ അതെ. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടത്, അത് ഈ NHM വഴി എടുത്തിട്ടുള്ള കുറേ ആൾക്കാർ, അവർക്കുള്ള വേതനം അത് കാലാനുസൃതമായിട്ടുള്ളതല്ല. പക്ഷേ അതാകെ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് വരുന്നതുകൊണ്ട് നമ്മളതിൽ വേറെ ഇടപെടൽ നടത്തിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ നാം ചെയ്യുന്നത്, ഈ ഒരു മഹാമാരിയെ നേരിടുന്ന ഘട്ടത്തിൽ പുതിയ ആളുകളെ നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. ആ പുതിയ ആളുകളെ എടുക്കുമ്പോൾ അവർക്ക് കുറേ കൂടി മാന്യമായ നിരക്കിലുള്ള വേതനം കൊടുക്കണം. ആ വേതനം ഇപ്പോൾ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് പുതുതായിട്ട് എടുക്കുന്നവർക്ക് ഉയർന്ന വേതനവും, നേരത്തെ NHMന്റെ ഭാഗമായി ജോലി എടുക്കുന്നവർക്ക് ചെറിയ വേതനവും എന്ന നില പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആ വേതനവും വർദ്ധിപ്പിക്കണം. ഇത് സർക്കാർ കണ്ടു കഴിഞ്ഞതാണ്. അതിൻ്റെ നടപടികൾ സ്വീകരിച്ചിട്ടുമുണ്ട്. CM, ഇപ്പോൾ ഈ മഴ കുറച്ച് കുറവുണ്ട്. പക്ഷേ അടുത്ത ആഴ്ചയോടുകൂടി ഒരുപക്ഷെ മഴ കൂടുതൽ ശക്തമായേക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഒരു പ്രവചനവുമുണ്ട്. അങ്ങനെയെങ്കിൽ ഈ മഴയും കോവിഡിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങളും കൂടി അതിനെ വല്ലാതെ ബാധിക്കുമെന്നുള്ള ഒരു ആശങ്കയുണ്ടോ? 2, KSRTC ബസ് നേരത്തെ 2 ജില്ലകളെ ബന്ധപ്പെടുത്തിയായിരുന്നു ഈ ഇപ്പോഴത്തെ സ്ഥിതിക്ക് മുമ്പ്. അത് എല്ലാം ഈ പഴയതുപോലെ തന്നെ ഫാസ്റ്റ്, സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സുകളെല്ലാം പഴയതുപോലെ തന്നെ ദീർഘദൂര സർവീസുകൾ നടക്കുമെന്നാണോ? ഈ മഴക്കാലത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ദുരന്തത്തിന്റെ സ്ഥിതി എങ്ങനെയായിരിക്കും നമുക്കിപ്പം പ്രവചിക്കാൻ പറ്റില്ല. പക്ഷെ വന്ന പ്രവചനത്തിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെടാൻ പോകുന്നുണ്ട്. ആ രൂപപ്പെടുന്നത് നമ്മളെ ബാധിക്കുമോ എന്നുള്ളത് ഉറപ്പായിട്ട് പറയാറായിട്ടില്ല. ബാധിക്കുകയാണെങ്കിൽ കുറച്ച് പ്രശ്നങ്ങൾ നമുക്ക് സൃഷ്ടിക്കും. അതിന് പറ്റുന്ന രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ദുരന്ത നിവാരണ മേഖലയും അക്കാര്യത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ കോവിഡിൻ്റെ ഘട്ടത്തിൽ അത് നമുക്കുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചെറുതായിരിക്കില്ല. കാരണം നേരത്തെ നമുക്ക് ഒരു പ്രയാസവും ഇല്ലാതെ ആളുകളെ കൂട്ടമായി താമസിപ്പിക്കാം. ഇപ്പം അങ്ങനെ കൂട്ടമായി താമസിപ്പിക്കാൻ പറ്റില്ല. ഒഴിഞ്ഞു പോകേണ്ട അവസ്ഥ വരുമ്പോൾ നേരത്തെ താമസിപ്പിച്ചതുപോലെ കൂട്ടമായി താമസിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങളോടെ മാത്രമേ താമസിപ്പിക്കാൻ പറ്റൂ. അത് ആ തരത്തിലുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ചെയ്തിട്ടുള്ളതും ഇപ്പം ചിലരുടെ കാര്യത്തിൽ അങ്ങനെ മാറ്റി പാർപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. അവരുടെ കാര്യത്തിൽ ഇതേ നില തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. KSRTCയുടെ കാര്യത്തിൽ പുതിയ തീരുമാനമൊന്നുമില്ല. അതുപോലെ ഈ അസിംപ്റ്റമാറ്റിക് രോഗികളുടെ ഒരു കാര്യം പറഞ്ഞപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ അങ്ങനെ അത് നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ? അതോ ആരോഗ്യ പ്രവർത്തകർക്ക് മാത്രമാണോ അത് തീരുമാനിച്ചിട്ടുള്ളത്? അല്ല, ഇപ്പം ചെയ്യുന്നത് വീടുകളിൽ വീടുകളിൽ കിടക്കുന്നതല്ലേ പറയുന്നത്. അത് പറഞ്ഞത് ഇപ്പം ആരോഗ്യ പ്രവർത്തകരിലാണ് തുടങ്ങുന്നത്. അത് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കാവുന്നതാണ്. CM പ്രഖ്യാപിച്ചതാണ് ഈ കോവിഡ് ബ്രിഗേഡ് എന്ന് പറഞ്ഞാൽ, അതെന്തായി? അതിന്റെ ഒരു അവസ്ഥ ഓർഡറായി? കോവിഡ് ബ്രിഗേഡ് ഒരു പേരാണല്ലോ, അത് നിലവിലുണ്ട്. ഈ പറയുന്ന നമ്മുടെ CFLTCകളുമായി ബന്ധപ്പെട്ട് നിശ്ചയിക്കപ്പെടുന്നയാള് ഡോക്ടർ മുതൽ വളണ്ടർമാർ വരെ ഉൾക്കൊള്ളുന്ന ഒരു ബ്രിഗേഡാണത്. ആ ബ്രിഗേഡിന് അതിനകത്തുള്ള ആളുകളെയാണ് ഈ കോവിഡ് ബ്രിഗേഡ് എന്ന് പറയുന്നത്. അതിനാവശ്യമായ പരിശീലനം കൊടുക്കുന്നുണ്ട്. പുതുതായിട്ട് CFLTCകൾ വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി വരുന്നവരും പരിശീലനത്തിന് വിധേയരാകുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടിയുള്ളതാണ് ബ്രിഗേഡ്.
ഒരു പേര് എന്നത് മാത്രമേ അതിനെ കാണേണ്ടതുള്ളൂ. സെമി കണ്ടെയ്ൻമെന്റ് സോണുകളിൽ പത്രവിതരണത്തിന് പോലീസ് തിരുവനന്തപുരത്ത് ഒരു തടസ്സം പറയുന്നുണ്ട്. അത് സർക്കാരിന്റെ അറിവോടെയാണോ? നേരത്തെ തന്നെ CM പറഞ്ഞിരുന്നു കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് പത്രവിതരണത്തിന് തടസ്സമില്ലെന്ന്. അതിൽ ഏതെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഇടപെടുന്നുണ്ടെങ്കിൽ നമുക്കത് തിരുത്താൻ പറയാം. പത്രവിതരണം സാധാരണഗതിയിൽ നടക്കട്ടെ എന്ന് തന്നെയാണ് കാണുന്നത്. പത്രവിതരണക്കാർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അവരാവശ്യമായ ഇതിൻ്റെ കരുതലുകൾ എടുക്കണം. അത് സ്വീകരിച്ചുകൊണ്ട് പത്രം വിതരണം ചെയ്യുന്ന നില തന്നെ എടുക്കാവുന്നതാണ്. ഈ പ്രവാസ ലോകത്ത് നിന്നും വന്നിട്ട് തിരിച്ചു പോകുന്ന അവർക്ക് കോവിഡ് പരിശോധന സർട്ടിഫിക്കറ്റ് വേണം. ഇപ്പോൾ പരിശോധന നടക്കുന്ന സെന്ററുകളിൽ അവിടെ തന്നെയാണ് ഇവർക്കും പരിശോധിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് റിസൾട്ട് കിട്ടാൻ താമസിക്കുന്നു. അവരുടെ മടക്കം വല്ലാത്ത ബുദ്ധിമുട്ടിലേക്കാവുന്നു. അതുകൊണ്ട് ഇത്തരക്കാർക്ക് പ്രത്യേക സൗകര്യം ഒരുക്കാൻ തീരുമാനമെടുക്കുമോ? ഈ പ്രശ്നം ഉയർന്നു വന്ന ഘട്ടത്തിൽ തന്നെ അവർക്ക് മുൻഗണന കൊടുത്ത് പരിശോധിക്കുന്നതിനുള്ള സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി നടപടികൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കാലതാമസം വരുന്നുണ്ടെങ്കിൽ അത് പ്രത്യേകമായി ശ്രദ്ധിക്കാം, അതിന് പരിഹാരവും ഉണ്ടാക്കാം. കാലതാമസം വരാൻ പാടില്ല എന്ന് ഗവൺമെന്റിന് നിർബന്ധമുണ്ടായിരുന്നു അക്കാര്യത്തിൽ. സ്വകാര്യ ആശുപത്രികളിൽ കോവിഡ് ചികിത്സയ്ക്ക് നമ്മൾ അനുമതി നൽകി. പക്ഷെ അവിടെ ഈ ഇൻഷുറൻസ് ചികിത്സ അനുവദിക്കുന്നില്ല, ക്യാഷ്ലെസ് ഇൻഷുറൻസ് ചികിത്സ അവർ അനുവദിക്കുന്നില്ല. ഇത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശം കൊടുക്കുമോ? അല്ല, ഇക്കാര്യത്തിൽ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് അനുവദിക്കണമെന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ നിലപാട്. ആ കാര്യം നേരത്തെ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നടപടികൾ പൂർണ്ണമായി എന്ന് തോന്നുന്നില്ല. ആ നടപടികൾ പൂർണ്ണമാക്കാനുള്ള കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും അവർക്കും ഇൻഷുറൻസ് ലഭ്യമാകണമെന്ന് തന്നെയാണ് കാണുന്നത്. 2 തരം ഇൻഷുറൻസ് ഉണ്ട്. അത് ഏത് തരം വേണമെന്നുള്ളത് അവർ കൂടി തീരുമാനിക്കേണ്ടതാണ്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട നടപടികൾ ഗവൺമെന്റ് ഗൗരവപൂർവ്വം തുടരുന്നുണ്ട്. CMA മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ. 25 മണിക്കൂർ അങ്ങയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കറിനെ NIA ചോദ്യം ചെയ്ത് തിരികെ വീട്ടിലേക്ക് വിട്ടു. പ്രതിപക്ഷം ഉന്നയിച്ചത് രാഷ്ട്രീയ പുകമറ മാത്രമാണ് എന്നൊരു വിലയിരുത്തൽ സംസ്ഥാന സർക്കാരിന് ഇപ്പോൾ ഉണ്ടോ? ഞാനത് ആദ്യമേ പറഞ്ഞതല്ലേ, അത് NIA കാര്യം അവരന്വേഷിക്കുന്നു. ആ അന്വേഷണത്തിന്റെ ഭാഗമായി നിലപാടുകൾ എടുക്കട്ടെ. നമുക്കത് മറ്റൊരു തരത്തിൽ വിലയിരുത്തേണ്ട കാര്യമില്ല. അതങ്ങനെ നടക്കട്ടെ. അങ്ങൂടെ ഉൾപ്പെട്ട ഒരു കമ്മിറ്റി കേരളത്തിന്റെ സ്ഥലമേറ്റെടുപ്പിന്റെ കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നു. അതിലെന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടോ? അത് മുന്നോട്ട് പോയിട്ടുണ്ടോ? ഏത് സ്പീഡ് അതൊക്കെ അതിന്റെ കാര്യങ്ങളിൽ വേറെ തടസ്സങ്ങളൊന്നുമില്ല. അത് കാര്യങ്ങൾ മുറ പോലെ നടക്കും. CMA ഈ PV അൻവറിന്റെ ഒരു പരാതി ലഭിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിക്കുന്നു, ഗൂഢാലോചന നടന്നു എന്ന് പറഞ്ഞ് അത്തരം എന്തെങ്കിലും പരാതികൾ ലഭിച്ചിട്ടുണ്ടോ? അത് ഒരു വാർത്തകളെല്ലാം വന്നിട്ടുണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ട്. അതിന്റെ പരാതിയും ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് മറ്റ് കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പോലീസ് അതിൽ ഇടപെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റ് കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ എൻ്റെ അടുത്തില്ല. CM ഈ P. കൃഷ്ണപിള്ള സ്മാരകം തകർത്ത കേസിൽ പ്രതികളെ ഇന്ന് കോടതി വെറുതെ വിട്ടു. അതിലെന്തെങ്കിലും പുനരന്വേഷണം സർക്കാർ തയ്യാറാകുമോ? അതിൽ പ്രതികൾ അല്ല പിടിക്കപ്പെട്ടത് അന്ന് തന്നെ CPM-ഉം അന്ന് അങ്ങുൾപ്പെടെയുള്ള നേതൃത്വമൊക്കെ പറഞ്ഞതാണ്. അന്വേഷണം തെറ്റായ പ്രതികളെയാണ് പിടിച്ചെന്ന രീതിയിൽ. അതിലെന്തെങ്കിലും അന്വേഷണം വീണ്ടും സർക്കാർ? അത് വിധിയുടെ കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം പറയാം, അതായിരിക്കും നല്ലത്. CM ഇപ്പോൾ ഇവിടെ ചോദിച്ചിരുന്നത് സെമി ഹൈസ്പീഡ് റെയിലുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഈ സ്ഥലമേറ്റെടുപ്പുമായിട്ടുള്ള ബന്ധത്തില് അത് റവന്യൂ വകുപ്പ് ആ ഫയൽ ഗതാഗത വകുപ്പിന് തിരിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. കാരണം സ്ഥലമേറ്റെടുക്കലിന്റെ ഉത്തരവാദിത്വം റവന്യൂ വകുപ്പിനാണ്, അത് കൺസൾട്ടൻസിയെ ഏൽപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട്. സ്ഥലമേറ്റെടുക്കൽ സാധാരണ റവന്യൂ വകുപ്പ് തന്നെയാണ്. അതിനകത്ത് മറ്റു പ്രശ്നങ്ങളൊന്നും ഉയർന്നു വരാനില്ല. അതൊക്കെ നമ്മൾ വാർത്ത കേൾക്കുമ്പോൾ എന്തോ ഭയങ്കര കാര്യമാണെന്ന് തോന്നുന്നു മാത്രമേ ഉള്ളൂ. സാധാരണഗതിയിൽ നമ്മളെ എല്ലാ സ്ഥലവും എടുക്കുന്നത് റവന്യൂ വകുപ്പ് തന്നെയാണ്. അത് റവന്യൂ വകുപ്പ് തന്നെ തുറന്നും ആ നടപടികൾ സ്വീകരിക്കും. അതിനകത്തൊന്നും വേറെ പ്രശ്നങ്ങളേ ഇല്ല. ബാക്കി നമുക്ക് പിന്നീടാകാം. ഒരു ചോദ്യം പിന്നീടാകാം.